ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഈ ശനിയാഴ്ച നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങളുണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. റെഡിയല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്? ഓപ്ഷൻ ബി ഇന്ത്യ. പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം? ഓപ്ഷൻ ഡി 2021. വർണ്ണ അന്ധത കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻ എ ജോൺ ഡാൾട്ടൺ. വർണ്ണ അന്ധത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്ന്? ഓപ്ഷൻ സി 22 ജൂലൈ 2019. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്? 1950 ജാനുവരി 25. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്? 1950 ജാനുവരി 25. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രി ആര്? ഓപ്ഷൻ സി നിർമ്മല സീതാരാമൻ. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമേത്? ഓപ്ഷൻ സി സംബാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സംബാദ് കൗമുദി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ? ഓപ്ഷൻ എ ശ്യാം ശരൺ നേഗി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം ശരൺ നേഗി. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ഓപ്ഷൻ ബി മിസോസ്ഫിയർ. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി മിസോസ്ഫിയർ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെ? ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെ? ബാലഗംഗാധര തിലക്. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം? ഓപ്ഷൻ ഡി കൈഗ. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം കൈഗ. ധാതുക്കളുടെ കലവറ എന്നു വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം? ഓപ്ഷൻ സി ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നു വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി? ഓപ്ഷൻ എ ഡെക്കാൻ പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ ബി കാവേരി. അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഓപ്ഷൻ ഡി ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെയ്റ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? ഓപ്ഷൻ ബി കാരക്കോറം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെയ്റ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോറം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം? ഓപ്ഷൻ സി മുംബൈ. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം മുംബൈ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല? ഓപ്ഷൻ സി വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി? ഓപ്ഷൻ എ മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി മുംബൈ ഹൈ.
ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി? ഓപ്ഷൻ ഡി ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ? ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 17. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 17. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി അനുച്ഛേദം 51A. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 51A. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ഇത് 2023 ചോദ്യപേപ്പറാണ്. അതനുസരിച്ച് ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. എന്നാൽ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരാണ്. ഓർത്തു വെച്ചോണം, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണ്? ഓപ്ഷൻ ഡി സുപ്രീം കോടതി. ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണ് സുപ്രീം കോടതി. ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം? ഓപ്ഷൻ എ 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം 52 സെക്കൻഡ്. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമ അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ ബി 44-ാം ഭരണഘടനാ ഭേദഗതി. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമ അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 44-ാം ഭരണഘടനാ ഭേദഗതി. ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം? ഓപ്ഷൻ ഡി 24. ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം 24. വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ്? ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ? ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചതാര്? ഓപ്ഷൻ സി അബനീന്ദ്രനാഥ ടാഗോർ. സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആര്? അബനീന്ദ്രനാഥ ടാഗോർ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാല ഹർദയാൽ ഗദ്ദർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഓപ്ഷൻ സി അമേരിക്ക. സ്വാതന്ത്ര്യ സമര കാലത്ത് ലാല ഹർദയാൽ ഗദർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ്? അമേരിക്ക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി ഇവയെല്ലാം: മദ്രാസ് ലേബർ യൂണിയൻ, AITUC, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ഗുൽസാരിലാൽ നന്ദ. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യയിൽ 10+2
+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? ഓപ്ഷൻ സി കോത്താരി കമ്മീഷൻ. ഇന്ത്യയിൽ 10, +2, +3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? ഓപ്ഷൻ സി കോത്താരി കമ്മീഷൻ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ഓപ്ഷൻ എ VP മേനോൻ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? VP മേനോൻ. 1954, 1964 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്? ഓപ്ഷൻ ഡി 5. 1954, 1964 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്? 5. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനമാരംഭിച്ച സ്ഥാപനമേത്? ഓപ്ഷൻ എ ലളിതകലാ അക്കാദമി. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനമാരംഭിച്ച സ്ഥാപനമേത്? ലളിതകലാ അക്കാദമി. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതാര്? ഓപ്ഷൻ ബി ആഞ്ചലോ ഫ്രാൻസിസ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതാര്? ആഞ്ചലോസ് ഫ്രാൻസിസ്. ചാന്നാർ ലഹള നടന്ന വർഷം ഏത്? ഓപ്ഷൻ ബി 1859. ചാന്നാർ ലഹള നടന്ന വർഷം ഏത്? 1859. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ആരുടെ പ്രശസ്തമായ വാക്കുകളാണിത്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ആരുടെ പ്രശസ്തമായ വാക്കുകളാണിത്? ശ്രീനാരായണ ഗുരു. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഓപ്ഷൻ എ കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? കെ കേളപ്പൻ്റെ. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഓപ്ഷൻ ബി സി ശങ്കരൻ നായർ. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര്? സി ശങ്കരൻ നായർ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏത്? ഓപ്ഷൻ എ മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏത്? മലയാളി മെമ്മോറിയൽ. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാര്? ഓപ്ഷൻ സി AV കുട്ടിമാളു അമ്മ. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാര്? AV കുട്ടിമാളു അമ്മ. സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത്? ഓപ്ഷൻ ബി പയ്യന്നൂർ. സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത്? പയ്യന്നൂർ. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചതാര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? ഓപ്ഷൻ ബി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഓപ്ഷൻ ബി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരളത്തിൻ്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാര്? ഓപ്ഷൻ ബി പി രാജീവ്. കേരളത്തിൻ്റെ ഖാദി ഗ്രാമ വ്യവസായ ചുമതലയുള്ള മന്ത്രിയാര്? പി രാജീവ്. കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയതാര്? ഓപ്ഷൻ ഡി ഗോദവർമ്മ രാജ. കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയതാര്?
ഗോദവർമ്മ രാജ. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത്? ഓപ്ഷൻ ബി ചിന്നാർ. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചിന്നാർ. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷിരീതി ഏത്? ഓപ്ഷൻ സി പുനം കൃഷി. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷിരീതി ഏത്? പുനം കൃഷി. ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദി ഏത്? ഓപ്ഷൻ സി മീനച്ചിലാർ. ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദി ഏത്? മീനച്ചിലാർ. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏത്? ഓപ്ഷൻ ബി ചക്ക. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏത്? ചക്ക. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്. എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്ത് റോമുമായി വ്യാപാരബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്? ഓപ്ഷൻ സി പറവൂർ. എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാരബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്? പറവൂർ. 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാമ്പാറ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി കോഴിക്കോട്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്ര ആവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേര്? ഓപ്ഷൻ സി സീറോഫ്താൽമിയ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്ര ആവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേര് സീറോഫ്താൽമിയ. ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ചെവി. ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെവി. ഉമിനീരിൻ്റെ pH മൂല്യം? ഓപ്ഷൻ ഡി 6.2 മുതൽ 7.6 വരെ. കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തതേത്? ഓപ്ഷൻ ഡി അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യുക. കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതികളിലൊന്നായ ആർദ്രം പദ്ധതിയിൽ പെടുന്നവയാണ് ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗി സൗഹാർദ്ദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളാക്കി വിപുലപ്പെടുത്തുക, ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക. ഈ പോയിന്റ് ഓർത്തുവയ്ക്കുക. 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായ നെല്ലിൻ്റെ ഇനം ഏതാണ്? ഓപ്ഷൻ സി KAU മനുരത്ന. ആഗോള താപനത്തിന് കാരണമായ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നതേത്? ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. ആഗോള താപനത്തിന് കാരണമായ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നതേത്? കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തതേത്? ഓപ്ഷൻ ബി രൂപകുണ്ഡ്. കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏത്? ഓപ്ഷൻ സി ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏത്? ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല? ഓപ്ഷൻ സി 1, 2. ശരിയായ പ്രസ്താവനകൾ ലൈക്കനുകൾ എന്ന
വിഭാഗം സസ്യങ്ങളെ വായു മലിനീകരണത്തിൻ്റെ സൂചകങ്ങളായി കണക്കാക്കാം. വായു മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോളാണ് ഉപയോഗിക്കേണ്ടത്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരാണ്? ഓപ്ഷൻ സി ജെയിംസ് ചാഡ്വിക്ക്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജെയിംസ് ചാഡ്വിക്ക്. അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ ധാതുക്കളും അയിരുകളല്ല. അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ: എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ ധാതുക്കളും അയിരുകളല്ല. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. 2,4 കാൽസ്യം സംക്രമണ ലോഹം, ക്ലോറിൻ ഉത്കൃഷ്ടവാതകം. ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ആറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ്? ഓപ്ഷൻ ബി 1:8. ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ആറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ്? 1:8. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി ഡാഷ് ആണ്. ഓപ്ഷൻ സി 20 ഹെർട്സ്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി ഡാഷ് ആണ്, 20 ഹെർട്സ്. പ്രവൃത്തിയുടെ യൂണിറ്റ്? ഓപ്ഷൻ എ ജൂള്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂള്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഡാഷ്. ഓപ്ഷൻ ബി സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ഓപ്ഷൻ ബി ദോലനം. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ ഡി കൽക്കരി. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.